ഒരു വർഷം 2 LPG സിലിണ്ടർ സൗജന്യമായിട്ട് നൽകും. പിണറായി സർക്കാർ കയറുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്തും, വില കുറയ്ക്കുമെന്നെല്ലാം പറഞ്ഞെങ്കിലും വില 2 ഇരട്ടിയും 3 ഇരട്ടിയുമായി ഉയർന്നു എന്നുള്ളതാണ്. അതിനൊരു പരിഹാരമാണ് പ്രകടന പത്രിക. അതൊരു പ്രകടനം മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യമാകാറില്ല എന്നുള്ളതാണ് സത്യം. ഭക്ഷ്യസാധനങ്ങളോ മരുന്നോ വാങ്ങാനായിട്ടുള്ള കാർഡ് ഓരോ മാസവും 2500 രൂപ. പല ആളുകളും പ്രോപ്പറായിട്ട് സമയബന്ധിതമായിട്ട് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് 5ഉം 10ഉം വർഷം ഈ ലോകം വിട്ടു പോകുന്നത്. അത് പരിഹരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതുകൊണ്ട്. അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും 24/7 24 മണിക്കൂർ സജ്ജമായിട്ടുള്ള ഫ്രീ ഇത് 3000 രൂപയാക്കി ഉയർത്തി എല്ലാവർക്കും ലഭ്യമാക്കുന്ന രീതിയിൽ അത് നടപ്പിലാക്കും. നമുക്കറിയാം, സാധാരണ രീതിയിൽ ഒരു മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയും, മലയാളത്തിൽ പറയും പ്രകടന പത്രിക. അതൊരു പ്രകടനം മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യമാകാറില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇത്തവണ NDA കേരളത്തിലേക്ക് അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, നടപ്പിലാക്കാവുന്ന കാര്യങ്ങളാണ്, നടപ്പിലാക്കാവുന്നത് മാത്രമേ ഇവിടെ പറയുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മുടെ രാജീവ്ജി ഇവിടെ സൂചിപ്പിച്ച് ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ഇൻസെൻറ്റീവ്. ഒരു തൊഴിൽ കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ളൊരു വാഗ്ദാനം കൊടുക്കുന്നത്. അതിൽ കൂടി 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷമെങ്കിലും തൊഴിൽ നൽകാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും ഉദാഹരണമാണ്. നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതാണ് നമുക്കറിയാം. ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. അതിന് മാറ്റം വരണം. നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ ഇതുവരെ ആരും അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് സർപ്ലസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്കറിയാം, ഇന്ന് വിലക്കയറ്റം കേരളത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വിലക്കയറ്റം. 2016 പിണറായി സർക്കാർ കയറുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്തും, വില കുറയ്ക്കുമെന്നെല്ലാം പറഞ്ഞെങ്കിലും വില 2 ഇരട്ടിയും 3 ഇരട്ടിയുമായി ഉയർന്നു എന്നുള്ളതാണ്. അതിനൊരു പരിഹാരമാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളും ആരോഗ്യ സുരക്ഷാ മാർക്കറ്റുകളും. അതിൻ്റെ തുടക്കമായിട്ട് ഇപ്പോൾ ഓരോ കുടുംബങ്ങൾക്കും 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് ഒരു വർഷം 30,000 രൂപയുടെ സൗജന്യമായിട്ട് അവർക്ക് ഭക്ഷ്യസാധനങ്ങളോ മരുന്നോ വാങ്ങാനായിട്ടുള്ള കാർഡ് ഓരോ മാസവും 2500 രൂപ കാർഡ് വഴി കൊടുക്കുക. അതായത് ഒരു കുടുംബത്തിന് 30,000 രൂപയാണ് ഒരു വർഷം ഈ കാർഡ് വഴി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുമായിട്ട് ലഭിക്കുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഒട്ടനവധി കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ള ആളുകൾ, അവരുടെ വീടുകളിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള മടിയുണ്ട്, പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്, അതിനുള്ള ചെലവ് വളരെ കൂടുതലാണ്. അതിനെ പരിഹരിക്കാനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി ഓരോ പഞ്ചായത്തുകളിലും. അപ്പോൾ ഈ ആശുപത്രി വഴി നമുക്ക് ഓരോ വീടുകളിലും എത്തി അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ട ചികിത്സാ സഹായവും അത്യാവശ്യം ഈ പറയുന്നവരെ ഷുഗർ ചെക്ക് ചെയ്യാനും BP ചെക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പ്രോപ്പറായിട്ട് സമയബന്ധിതമായിട്ട് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് 5ഉം 10ഉം വർഷം ഈ ലോകം വിട്ടു പോകുന്നത്. അത് പരിഹരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതുകൊണ്ട്. അപ്പോൾ ഈ സഞ്ചരിക്കുന്ന ആശുപത്രി എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. അത് മാത്രമല്ല
നമ്മുടെ ആയുസ് ഏറ്റവും ചുരുങ്ങിയത് 5 വർഷം മുതൽ 10 വർഷം വരെ നമുക്ക് കൂട്ടാൻ സാധിക്കുമെന്നുള്ള വലിയൊരു കാര്യമാണ് ഇതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അതും രാത്രി സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ ഒരു ടാക്സി കിട്ടാനോ അല്ലെങ്കിൽ അവരെ ഒരു ആംബുലൻസ് കിട്ടാനോ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും 24/7 24 മണിക്കൂർ സജ്ജമായിട്ടുള്ള ഫ്രീ ആംബുലൻസ് സർവീസ് ആണ് ഇതുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ആംബുലൻസ് 24 മണിക്കൂർ സജ്ജമായിട്ട് സൗജന്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു നടപടി, അതും ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. പിന്നെയുള്ളത് നമുക്കറിയാം, ഇന്ന് വീടുകളിലെ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഈ പറയുന്ന കുക്കിംഗ് ഗ്യാസ്, പാചകവാതകം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തുടക്കം എന്നുള്ള നിലയിൽ ഓരോ കുടുംബങ്ങളിലേക്കും ഒരു വർഷം 2 LPG സിലിണ്ടർ സൗജന്യമായിട്ട് നൽകും. അത് ഒന്ന് ഓണത്തിന്റെ സമയത്തും 2 ക്രിസ്മസിന്റെ സമയത്തും 2 സമയങ്ങളിൽ ഓരോ കുടുംബങ്ങളിലേക്കും ഫ്രീ ആയിട്ട് ഒരു സൗജന്യ സിലിണ്ടർ, അങ്ങനെ 2 സിലിണ്ടർ വീതം ഒരു വർഷം ഓരോ കുടുംബത്തിലും ലഭിക്കും. അതുകൂടാതെ വെള്ളം, നമുക്കറിയാം എല്ലാ സ്ഥലത്തും പല കുടുംബങ്ങളിലും വെള്ളം എത്താൻ സാധിക്കുന്നില്ല. ഓരോ കുടുംബങ്ങളിലേക്കും 20,000 ലിറ്റർ ഫ്രീ വാട്ടർ ഓരോ കുടുംബങ്ങളിലും ഉറപ്പാക്കുക എന്നുള്ളതാണത്. ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ, ഇപ്പോൾ കഴിഞ്ഞ 21 LDF ഗവൺമെന്റ് വരുമ്പോൾ 1600 രൂപയിൽ നിന്ന് 2000 ആക്കുമെന്ന് പറഞ്ഞെങ്കിലും അവസാന ഈ 1 മാസം മുമ്പ് ഭരണം തീരുന്നതിന് മുമ്പാണ് അത് 2000-ലേക്ക് ഉയർത്തിയത്. എന്നാൽ ഞങ്ങൾ പറയുന്നു, ഇത് 3000 രൂപയാക്കി ഉയർത്തി എല്ലാവർക്കും ലഭ്യമാക്കുന്ന രീതിയിൽ അത് നടപ്പിലാക്കും ക്ഷേമ പെൻഷൻ. ഇനി ഒന്ന് വേറൊരു വളരെ നമുക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിർധനരായിട്ടുള്ള പാവപ്പെട്ട കുട്ടികളാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ പോകുന്നത്. അവിടെ മലയാളം മീഡിയമാണ്. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം 12ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് ഓപ്ഷണലായിട്ട് അവർക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ, പാവപ്പെട്ട നിർധനരായിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അതായത് കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും പറയാനുമായിട്ടുള്ള ആ ഒരു അറിവ് ലഭിക്കുമ്പോൾ അവർക്ക് പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ പോയോ മറ്റു സംസ്ഥാനങ്ങളിൽ പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലികൾക്കോ വലിയൊരു സാധ്യതയാണ് അതുകൊണ്ട് കാണുന്നത്. ആരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ ആലോചിക്കാത്ത ഒരു വലിയ വിദ്യാഭ്യാസ നയ വ്യത്യാസമാണ് ഇത് കൊണ്ടുവരുന്നത്. 12ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം സൗജന്യമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പലതും നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കിൽഡ് ബേസിസ് ആയിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കുക, അതിന് പ്രത്യേകമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇന്റേൺഷിപ്പ്, അപ്രന്റീസ്ഷിപ്പ്, സ്കില്ലിംഗ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി കഴിയുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പുതുതലമുറ പഠിച്ചു വളരുമ്പോൾ അതോടൊപ്പം ഇന്ത്യക്ക് പുറത്തും വളരെ അനായാസേന അവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള ഒരു സൗകര്യം ഇതുമൂലം ലഭിക്കും.